മതനിന്ദ ആരോപിച്ച് പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിനെ ഇനിയും എൻ.ഐ.എ കസ്റ്റഡിയിൽ വാങ്ങും. സവാദിന്റെ DNA പരിശോധിക്കാൻ എൻ.ഐ.എ തീരുമാനിച്ചിട്ടുണ്ട്. പിടിയിലായത് സവാദ് തന്നെയെന്ന് കോടതിയിൽ നിസ്സംശയം തെളിയിക്കുന്നതിനാണിത്. DNA ടെസ്റ്റിനായി കോടതിയിൽ ഉടൻ അപേക്ഷ നൽകുമെന്നാണ് സൂചന. ഇതിനൊപ്പം കസ്റ്റഡി അപേക്ഷയും നൽകും. റിമാൻഡ് 16 വരെ നീട്ടിയിട്ടുണ്ട്. കൈവെട്ട് കേസിന് ശേഷം 13 വർഷം ഷാജഹാൻ എന്ന പേരിലായിരുന്നു ഒളിവിൽ കഴിഞ്ഞത്. കേസിൽ ദൃക്സാക്ഷികളായുള്ളത് പ്രൊഫസർ ജോസഫിന്റെ ബന്ധുക്കളാണ്. കൈവെട്ടാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയിട്ടുമില്ല. ഇത് കോടതിയിൽ തിരിച്ചടിയാകരുതെന്ന് ഉറപ്പിച്ചാണ് എൻ.ഐ.എയുടെ നീക്കം. അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലുകളോട് സവാദ് സഹകരിക്കുന്നില്ല. വിദേശത്ത് ഒളിവിൽ താമസിച്ചിട്ടില്ലെന്നാണ് സവാദിന്റെ മൊഴി. ഇത് എൻ.ഐ.എ സ്ഥിരീകരിച്ചിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ കേസ് അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എൻ.ഐ.എ. ഗൂഢാലോചനക്കാരെ കൊടുക്കാനാണ് ഇത്. പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്തിക്കാനാണ് ഇത്. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലും കണ്ണൂരിലും ഒളിവിൽ കഴിഞ്ഞതായി മാത്രമാണ് സമ്മതിച്ചിട്ടുള്ളത്. ഇവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കേസിൽ പിന്നീട് അറസ്റ്റിലായി ശിക്ഷിക്കപ്പെട്ട M.K. നാസർ തനിക്കൊപ്പം ദിണ്ടിഗൽ കഴിഞ്ഞതായി സവാദ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2 വർഷത്തോളമാണ് ഇവിടെ ഒളിവിൽ കഴിഞ്ഞതെന്നാണ് മൊഴി. ഇതും പോലീസ് ഉറപ്പിച്ചു. എന്നാൽ ബാക്കിയുള്ള കാലം എവിടെയായിരുന്നു എന്നതിൽ തുമ്പൊന്നുമില്ല. ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ സംരക്ഷിക്കുന്നതാണ് സവാദിന്റെ മൊഴി. ചോദ്യപേപ്പർ വിവാദമായതിനെ തുടർന്ന് മതനിന്ദ ആരോപിച്ച് 2010 തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടുന്നത്. പ്രതിയായ സവാദ് എറണാകുളം അശമന്നൂർ സ്വദേശിയാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സവാദിനെ പിടികൂടാൻ ക്രൈംബ്രാഞ്ച് അടക്കം വിവിധ ഏജൻസികൾ അന്വേഷിച്ചെങ്കിലും പിടികൂടാനായിരുന്നില്ല. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. അധ്യാപകന്റെ കൈപ്പത്തി മഴുകൊണ്ട് വെട്ടിമാറ്റിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ അശമന്നൂർ ഓടക്കാലി സ്വദേശിയായ സവാദാണ്. മഴുവും കൊണ്ട് സവാദ് രക്ഷപ്പെടുകയായിരുന്നു. വ്യാജ പേരുകളിൽ ഒളിവിൽ കഴിഞ്ഞത് സവാദ് തന്നെയെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനാണ് DNA പരിശോധന. 13 വർഷം ഷാജഹാൻ എന്ന പേരിലായിരുന്നു ഒളിവു ജീവിതം. പിടിയിലായപ്പോഴും താൻ സവാദല്ല ഷാജഹാനാണെന്ന് ആദ്യം പറഞ്ഞിരുന്നു. പിന്നീട് അധ്യാപകനെ ആക്രമിക്കുമ്പോൾ സവാദിന്റെ ശരീരത്തിൽ കൂട്ടുപ്രതികളുടെ തന്നെ വെട്ടേറ്റുള്ള മുറിവ് അടക്കമുള്ള തെളിവുകളിലായിരുന്നു സവാദാണ് ഷാജഹാനായി കഴിഞ്ഞിരുന്നതെന്ന് തിരിച്ചറിയാൻ സഹായകമായത്. എന്നാൽ കേസ് കോടതിയിലെത്തുമ്പോൾ പ്രതി താൻ സവാദല്ലെന്ന് വാദിക്കാനും ശാസ്ത്രീയ തെളിവുകളുടെ അഭാവത്തിൽ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് DNA പരിശോധന. വിശദമായ ചോദ്യം ചെയ്യലാണ്. തമിഴ്നാട് ഡിണ്ടിഗലിലാണ് ഒളിവിൽ കഴിഞ്ഞതെന്നും എസ്റ്റേറ്റ് മേഖലകളിലും മലയോര ഭാഗങ്ങളിലുമായി 2 വർഷം കഴിഞ്ഞതായും സവാദ് മൊഴി നൽകി. കുറ്റകൃത്യം നടത്തുമ്പോൾ 27 വയസ്സായിരുന്നു സവാദിന്. സവാദിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ദേശീയാന്വേഷണ ഏജൻസി 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച ശേഷമാണ് സവാദിനെ സംബന്ധിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു തുടങ്ങിയത്. വിവരം നൽകിയതോടെ സുരക്ഷ ഉറപ്പാക്കി 3 മാസങ്ങൾക്ക് ശേഷമാണ് എൻ.ഐ.എ അറസ്റ്റിലേക്ക് നീങ്ങിയത്. 10 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയായ സവാദിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങുകയാണ് എൻ.ഐ.എ. സവാദിന്റെ റിമാൻഡ് അടുത്ത മാസം 16 വരെ നീട്ടിയിട്ടുണ്ട്.